ആക്ഷൻ ആക്ഷൻ. അതാരടാ ഇടയിൽ കയറി പറഞ്ഞത്? എന്തേ ക്യാമറമാൻ ആക്ഷൻ പറഞ്ഞ റിയാക്ഷനായി പോവോ? നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറുടെ കസേര കയറി ഇരിക്കരുത്. ഇരുന്നാലാ? ഇരുന്ന ക്യാമറാമാൻ ക്യാമറയിൽ പണിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നിന്നെ എന്നെ കൊണ്ടത് പറയിക്കണ്ട. താൻ പറയടോ സംവിധായക. ഒരു കാര്യം, കൺട്രോൾ. ക്യാമറമാൻ ഇട്ടിട്ട് പോയ പണി കിട്ടുവേ. സാറിന് ഇതിന്റെ ABCD അറിയാത്തതല്ലേ? കുശു ആക്കാത്ത കാര്യം എന്താ വെച്ചാൽ പറയടോ. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ നമ്മുടെ സിനിമയുടെ കഥ പറയാം. അയ്യോ വേണ്ടേ, അത് മാത്രം എനിക്ക് കേൾക്കണ്ട. അതെന്താ? പുതിയ കഥയൊന്നുമല്ലല്ലോ, എത്രയോ കാലമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെയല്ലേ. ഒരു ലവ് സ്റ്റോറിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. ലവ് സ്റ്റോറി അല്ല, സെയിം സ്റ്റോറി. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, അതേ കഥ. നീ ഒന്ന് പതുക്കെ പറ, ആർട്ടിസ്റ്റ് കേൾക്കും. ഞാൻ കേൾപ്പിക്കാനൊന്നും പോകുന്നില്ല, എല്ലാവരും കണ്ട് അനുഭവിക്കട്ടെ. ക്യാമറമാനെ, നീ കടല് കാണിച്ചതിന്റെ ഉദ്ദേശം എന്താ? എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? നീ കര കാണിക്കടാ, നമുക്കൊന്ന് കര കയറണ്ടേ? എക്സാക്ട്ലി. അല്ല, നമുക്കൊന്നല്ലേ, ഇതെപ്പോഴാ മൂന്നാക്കിയേ? മൂന്ന് രണ്ടായ ഇവൻ മാജിക്കാരനാ? എടാ പൊട്ടാ, അത് സസ്പെൻസാ. ഓഹോ, സസ്പെൻസ് ഉണ്ടോ? ദൈവമേ, ഇത് നീ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കണേ. ബുദ്ധിയില്ലാത്ത പൈതലാ. നാളെ വീട്ടിൽ ആരും ഉണ്ടാകില്ല, ഞാൻ ഒറ്റക്കായിരിക്കും. നീ വരണം, ഞാൻ കാത്തിരിക്കും. സംഗതി ആ ലൈനിലാ പോകണ്ടേ, എന്നാലേ ഒരു ഇതുള്ളൂ. ഒരിതുണ്ടാക്കാൻ ഇത് ഏപ്പടല്ല, വൃത്തികെട്ടവനെ. ഓ, മാന്യജൻ നിർമ്മിക്കുന്ന ന്യൂജൻ പാഡ് കണ്ടു തന്നെ അറിയണം. ഇനിയും നീ ഇത് കഴിച്ചില്ലേ? പൈസ കൊടുത്ത് വാങ്ങിച്ചത് വേസ്റ്റ് ആക്കലടാ. അവളെന്താ പറഞ്ഞ? പ്രതീക്ഷയുടെ പച്ചലൈറ്റ്. അതെവിടെയോ അവള് പറഞ്ഞത് മാത്രം നീ പറഞ്ഞാ മതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോഴാ ഒരാളിലേക്ക് അട്രാക്ട് ആവുന്നേ? അവിടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാണുമ്പോഴല്ലേ. ഇയാളെന്താ വല്ല ആർട്ടിസ്റ്റോ മറ്റാണോ? എഡ്യൂക്കേറ്റഡ് ബിസിനസ്മാൻ? ഓ ഗോഡ്, എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ഫിറോസൊക്കെ എത്ര ട്രെൻഡിയായി ഡ്രസ് ചെയ്യുന്നു. ക്ലോസ് ഫ്രണ്ട് അല്ലേ, ഒന്ന് അഡ്വൈസ് ചെയ്തൂടെ, അല്പം ഫാഷനബിൾ ആകാനെങ്കിലും. ഇത് ദയവായി എന്നിങ്ങനെ ഫോളോ ചെയ്തതെന്ന് പറയണം പ്ലീസ്, എനിക്ക് പറ്റില്ല. കരയും. ഇത്രയും കാലം ഞാനവിടെ പിന്നാലെ. വേണ്ട, ഫ്ലാഷ് ബാക്ക് മാത്രം വേണ്ട. വേണം, ഞാനതിൽ ഇൻവോൾവ് അല്ലേ, പിന്നെ എന്തിനാടാ?
ഒന്ന് നിർത്തണം അതിന്റെ പഞ്ചാര കഥ. കരയുന്ന കുഞ്ഞിന് പാലേ കിട്ടും, പെണ്ണ് കിട്ടില്ല. എനി സൊല്യൂഷൻ അവനുണ്ടാക്കും. സുനി, ബ്ലേഡ് സുനി. ചെറിയ പണിയുണ്ട്. നിന്റെ പിള്ളേരൊന്നും വേണ്ട, നീ തന്നെ വേണം. സംഗതി വെടിപ്പ പണം ഒരു പ്രശ്നമില്ല. താങ്ക്സ് എടാ. എവിടെ നോക്കുന്നു ബായി? ഇവിടെ ഇവിടെ. It's me, Suni. Yeah! Whoa, come on now. Let's freeze it over. Yeah, come on. That's badass does. New experience. Mix it up, y'all. Impossible. Yeah. Unbelievable. അഡ്വഞ്ചർ ലോസ് ഇൻ ബിസിനസ്. മേക്കപ്പിന് ഒരു പരിധിയില്ല. വേണമെങ്കിൽ ചക്ക മൊബൈൽ ടവറും കഴിക്കും. മാരൻ മണിയറയിൽ മിൽമയും കാത്ത് ഒന്ന് സ്റ്റൈലായിട്ട് കിടക്കണ. ഇതാണ് അതിന്റെ സ്റ്റൈൽ. എത്തിടാ എത്തി. സാറിനെ കാണാൻ സുരേഷ് ഗോപിയെ പോലെ തന്നെയുണ്ട്, സത്യം.
ഒന്നും പറ്റിയില്ല. എസ് എന്ന് പറഞ്ഞു തട്ടത്തിൻ മറയത്ത് കളിക്കാൻ നേരമില്ലാന്ന്. എസ് ഐക്ക് ബുദ്ധിയുണ്ട്. സൺഗ്ലാസ് കിട്ടുന്ന വനിതാ പോലീസിന് കൊടുത്തു. ബെസ്റ്റ്. വനിതാ പോലീസിന് ബുദ്ധിയുണ്ട്. ട്രാഫിക് ബ്ലോക്ക് എന്താണെന്നറിയാത്ത പക്ഷി കുറച്ച് താഴോട്ട് നോക്ക്. ആ കുറച്ചുകൂടി. ആ ജിസ. Love, dream, life, my life. ജിസ. വിടറാ, എനിക്ക് മരിക്കണം. ഇതിനൊക്കെ നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലുകളുണ്ട്. അതാണ് നീറ്റ്. ചാടാ. ആ ആ ധൈര്യമായിട്ട് ചാട്. ഞാനല്ല പറയുന്നത്. ആ ചാട്. ആ ചാട് ചാട്. നീ ആരാ? ആരാ ചാരാ? അവളോടുള്ള പക അത് മാത്രമായിരിക്കണം നിന്റെ മനസ്സിൽ. എങ്കിലേ ധൈര്യം കിട്ടും. ചാടാ. ചാടാ. തള്ളിയുടെ നോക്കുന്നടാ കള്ളപ്പന്നി. അവള് വേറൊരുത്തൻ്റെ കൂടെ സന്തോഷകരമായി ജീവിക്കുന്ന നോക്കി നിൽക്കേണ്ടി വരില്ല നിനക്ക്. ഇനി വേറെ ഓപ്ഷനില്ല. അതോർമ്മ വേണം. ട്രെയിൻ അപ്പുറത്താ. വണ്ടിയിലും പറയണ്ടി. എങ്ങോട്ടാ? ജേസാ, എവിടെ കറങ്ങി തിരിഞ്ഞാലും അവസാനം നമ്മൾ ഇവിടെ തന്നെ എത്തിച്ചേരും. ഭൂമി ബോളായതിൻ്റെ ഗുണം കണ്ട. എന്ത് ഗുണാടാ. എത്ര കുടിച്ചാലും എൻ്റെ ദുഃഖം മാറൂല. ഇത് വെച്ച് നമ്മൾ ട്രൈ ചെയ്തിരിക്കാൻ പാടില്ല. ആ എടാ ഫിറോസെ, എന്ന് തീരോടാ ഈ സങ്കടം? എടാ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ലൈഫിനൊരു ഗ്രിപ്പുള്ളൂ. വന്ന് വന്ന് നിനക്കിപ്പോൾ എൻ്റെ സഹായമേ വേണ്ടെന്നായി അല്ലേടാ? വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യും. മൂന്ന് പെഗ്ഗിന്റെ ധൈര്യത്തിൽ എന്തിൻ്റെ ധൈര്യത്തിലായാലും ഇന്നത്തോടെ റിസൾട്ട് ഉണ്ടാവും. അതോടെ ഈ ജെയ്സൺ കള്ളുകൂടി നിർത്തി. പിന്നെ ഉണ്ട. എടാ
വേൾഡിന്റെ BMW. നിനക്ക് സിനിമ നടന്മാരെ അങ്ങനെ തീർത്താ പറ്റില്ലല്ലോ. സർക്കാർ ആശുപത്രിയിൽ കോടികൾ ചെലവുള്ള പ്ലാസ്റ്റിക് സർജറി ഫ്രീ ആയിട്ട് ചെയ്യും. ഗ്രാമപഞ്ചായത്തിലെ വാർഡുകൾ തോറും ഓരോ ഫാഷൻ ഡിസൈനർ ഉണ്ടാവും. അങ്ങനെയുള്ള കാലത്തും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കൃത്രിമ ഹൃദയം ഉണ്ടാക്കാൻ സയൻസും ടെക്നോളജിയും പാടുപെടും. പതിനെട്ടാമത്തെ തന്ത്രം അത് ഓപ്പൺ ചെയ്യാനായിട്ടില്ല. ഇനി 17-ാമത്തെ. അല്ലേ വേണ്ട, നീ തന്നെ തീരുമാനിക്കും. നിന്റെ ഇഷ്ടം പോലെ ചെയ്. ഞാൻ വിട്ടടാ, ഞാൻ വിട്ട്. കല്ലടോ. ഇവനെന്തിനാടാ ഇങ്ങോട്ട് നോക്കുന്നത്? അല്ലേങ്ങായി ഇത് കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്, ഇനി ക്ലൈമാക്സ് ഒന്നില്ലേ? ദൈവമേ, കഥാപാത്രങ്ങൾ കൈവിട്ടു പോകുന്നടാ. ക്ലൈമാക്സ് ഉണ്ട്, നല്ല അടിപൊളി ക്ലൈമാക്സ് ഉണ്ട്. ഞാനല്ല ഉള്ള പണിയും എന്താ ഇത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഷൂട്ട് ചെയ്യണ്ടേ? എടാ നമുക്കിത് തീർക്കണ്ടേ? തീർത്തെടുത്തോളം മതി. ഒന്നെങ്കിലും ഒരു ട്വിസ്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് വേണം. ഇതെന്ത് കഥയാങ്ങായി? എടാ അടുത്തത് ഗംഭീര ക്ലൈമാക്സ് അല്ലേ ചെയ്യാൻ പോകുന്നത്? ക്ലൈമാക്സ് ആദ്യം കഥയുടെ മാറ്റണ്ട്. അതൊക്കെ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലേ? നീ പറഞ്ഞു കൊടുത്തില്ലേ? ഞാൻ പറഞ്ഞു കൊടുത്ത. ആരോട് പറഞ്ഞേ? വേണേ വന്ന് അഭിനയിക്ക്, നാളത്തെ മമ്മൂട്ടിയാക്കാന്നാ എന്നോട് പറഞ്ഞേ. പിന്നെ ഇവരെന്തൊക്കെയാണ് ഇവന്റെ വീട്ടിൽ കണ്ണാടിയൊന്നും ഇല്ലേ? വൈദ്യരും കോസ്റ്റ്യൂം മാറിയോ? നിങ്ങൾ ചെറുപ്പക്കാര് സിനിമയെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ഈ ഗൗരവത്തിൽ എന്ന് പറയുമ്പോ ഇങ്ങനെ കണ്ടാ ഇവരുള്ളവർ പറയുമ്പോ കളിയാക്കോലടാ വേണ്ട. പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറെ സാറന്മാര് പോടെ നമ്മള് പോവും 8:45 മാവേലിക്ക്. നിങ്ങളോ? നമ്മളും പോവും. പോവും. പ്രൊഡ്യൂസർക്ക് നഷ്ടം വെച്ചു കൊടുത്തിട്ട് പോവും. ഇത് ഇത്ര നിലവാരം പറയുന്നു നമ്മൾ വിചാരിച്ചില്ലപ്പാ. ഷിജുവേട്ടാ, എന്താ? എനിക്കൊരു കാര്യം പറയണ്ട്, വാ. സുദീപേട്ടൻ എന്നോടൊരു കാര്യം ചോദിച്ചിരുന്നു. ഇന്ന് മറുപടി പറയണമെന്നാ പറഞ്ഞ. ഷിജുവേട്ടൻ ചെന്നൊന്ന് പറയോ? എന്ത്? എനിക്കും ഇഷ്ടാന്ന്. കഴുത നിന്നോട് വരുമ്പോഴേ പറഞ്ഞതല്ലേടി നിന്റെ ഈ ലോക്കൽ സ്വഭാവം വീട്ടിൽ വെച്ചോണെന്ന്. ആളുകളെ കൊണ്ട് പറയിപ്പിച്ച അടങ്ങുമല്ലേ ഇവിടുന്ന് കളഞ്ഞ കൊല്ലും ഞാൻ നിന്നെ. എന്തിനാണ് സിനിമ കഥയെ കുറ്റം പറയുന്നത്? ജീവിതത്തിന്റെ കഥ ഇതല്ലേ? കണ്ട നോക്ക്, സിനിമ എന്താ ജീവിതം എന്താന്ന് പറയാണ്ട് നോക്കി രസിക്കുന്നത് കണ്ടാ. ക്യാമറ ഓഫ് ചെയ്യണം. ആരോട് ചോദിച്ചിട്ടാ ക്യാമറ ഓഫ് ചെയ്തത്? ക്യാമറ ഓൺ ചെയ്യടാ. ഇനിയൊരു സത്യം ഞാൻ പറയട്ടെ, ഇത് തന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സ്.
സിനിമ സംവിധായകന്റെ കല. കലയല്ല, കൊലപാതകം. സംഭവം സുദീപേട്ട എനിക്കൊന്നും മനസ്സിലായില്ല.